ഈ നമ്മുടെ സമൂഹത്തിൽ എല്ലാ മതത്തിലും മതവിശ്വാസത്തിലും ഒക്കെ പെടുന്ന മനുഷ്യർ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ പരിധിക്കകത്ത് നിന്ന് കാണാതെ അതിനെ മറ്റു പല താല്പര്യങ്ങളിലേക്കും ഉദ്ദേശങ്ങളിലേക്കും വലിച്ചുകൊണ്ട് പോകുന്ന ചിലരുണ്ട്. ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഹിന്ദുമതത്തിനകത്ത് ചില ആളുകൾക്ക് സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. അത് പക്ഷേ വ്യാപകമായ ഒന്നല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ വിഷയത്തെ മാത്രം അഡ്രസ്സ് ചെയ്യുകയും അതിന് മറുപടി പറയുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഈ അവരുടെ ആർത്തവകാലമാവുമ്പോൾ സ്വന്തം കിടക്കയിൽ ചില സ്ത്രീകളെ കിടത്താത്ത ചില വീടുകളുണ്ട്. പല പോളിഷ്ഡായിട്ടുള്ള ആളുകളുടെയും വീടുകളിൽ നിന്ന്, ചിലരിൽ നിന്ന് ഈ സംഗതി കേട്ടിട്ടുണ്ട്. പക്ഷേ അത് വ്യാപകമായൊരു സംഗതിയല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു വിഷയത്തിൻ്റെ ഒരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതിന് പകരം ഇത് കിട്ടിയ ഒരു സന്ദർഭമാണെന്ന് കരുതി ആ വിഷയത്തെ മറ്റു പലതിലേക്കും വലിച്ചുകൊണ്ടുപോയി അവസാനം സ്വയം നാണം കെടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്തരമൊരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി. യഥാർത്ഥത്തിൽ ഇത് ഞാൻ പറയേണ്ടി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ കാണുന്ന ഈ ആൾ പറഞ്ഞതനുസരിച്ചാണ്, അല്ലെങ്കിൽ കിട്ടിയ മെസ്സേജിലാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചില വിഷയങ്ങളിലേക്ക് കയറിയത്. എന്നാൽ അവരിപ്പോൾ എത്തി നിൽക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു സംഗതിയിലേക്കാണ്. ദേ കാണാം. ഇസ്ലാമിലെ പെണ്ണുങ്ങൾക്ക് അപ്പി ഇടാനായിട്ടുള്ള അവകാശമുണ്ടോ? എനിക്ക് അപ്പേ തോന്നി ഉണ്ടോ? അല്ലെങ്കിൽ ഈ അപ്പി ഇടാൻ മുട്ടുമ്പോൾ ആരുടെങ്കിലും അനുവാദത്തിന് കാത്തു നിൽക്കണോ? അവർ അനുവാദം തന്നാൽ മാത്രമേ അപ്പി ഇടാൻ പോകാൻ പറ്റത്തുള്ളൂ. ഇസ്ലാമിൽ അങ്ങനെയൊന്നും വേണ്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടിയാണ് ആൾക്കാർ. അടുക്കാൻ കഴിയില്ല. ഇതാണ് ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങി നേരെ അപ്പിയിലേക്ക് എത്തിക്കുന്ന ചില അപ്പിത്താത്താമാരും അപ്പിക്കാക്കാമാരും അപ്പി അണ്ണന്മാരും. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ള വിഷയത്തിനേക്കാൾ ഉപരി അവർക്കിഷ്ടം അപ്പി വിഷയങ്ങളാണ്. അവർ വളരെ പെട്ടെന്ന് അതിനെ വലിച്ചുകൊണ്ട് അപ്പിയിലേക്ക് അങ്ങ് പോകും. ഇവരാദ്യം പറഞ്ഞു തുടങ്ങിയത് ഡോക്ടർ ആയിഷയുടെ വിഷയമാണ്. ഡോക്ടർ ആയിഷയുടെ വിഷയം അവരും ഭർത്താവും തമ്മിലുള്ള വിഷയത്തിൽ അവർക്ക് നീതി വേണം എന്നുള്ളതാണ്. ആ നീതിയോടൊപ്പമാണ് എല്ലാവരും നിൽക്കുന്നത്. ആ നീതിയോടൊപ്പമാണ് അവരെല്ലാം ചേർന്ന് നിൽക്കുന്നത്. എന്നാൽ ഇതിനോടെല്ലാം ഒപ്പം അനീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാ സമുദായത്തിലും ഉണ്ട്. ഏറ്റവും ഭർതൃമതിയും ഭാര്യാസമേതനുമൊക്കെയായ മനുഷ്യരെ പരിചയപ്പെടുത്തുന്ന മതഗ്രന്ഥങ്ങളും വേദഗ്രന്ഥങ്ങളും ഒക്കെ ഉള്ളതിനോടുകൂടി തന്നെ ഒരുപാട് മനുഷ്യരെ എടുത്തിട്ട് അടിക്കുകയും അതുപോലെ തന്നെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ആ വിഷയത്തെ മാത്രം അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്തിനാണ് നേരെ ഈ പറയുന്ന കുട്ടികൾ വിളിക്കുന്ന അപ്പിത്താത്ത അപ്പിയിലേക്ക് പോകുന്നത്? തീർന്നില്ല കേട്ടോ. മുട്ടുമ്പോൾ ആരുടെങ്കിലും അനുവാദത്തിന് കാത്തു നിൽക്കണോ? അവർ അനുവാദം തന്നാൽ മാത്രമേ അപ്പി ഇടാൻ പോകാൻ പറ്റത്തുള്ളൂ. ഇസ്ലാമിൽ അങ്ങനെയൊന്നും വേണ്ടില്ല. ആൾക്ക് എപ്പോഴും മുട്ടിന്റെ ചെയ്ത് പോയിക്കൊണ്ടിരുന്നോടെ. ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടിയാണ് ആൾക്കാർ. അടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഹൈത്തമി ഉസ്താദിന്റെ ഈ 2 ദിവസം മുന്നേ ഉള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പെടുത്തൊന്ന് വായിച്ചു നോക്കണം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നിട്ട് മതം പഠിപ്പിക്കുന്നതെന്നാണ്. സോഷ്യൽ മീഡിയ തുറന്ന ഫുൾ അപ്ലിക്കേഷനാണ് ഇപ്പോൾ മതം പറഞ്ഞാൽ. എത്തപ്പോ കാട്ടില്ല എന്ത് കാര്യം വന്നാലാവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പറക്കുമ്പോ എല്ലാവർക്കും തലച്ചോറ് കൊടുക്കും. തീർച്ചയായിട്ടും അന്യമതത്തിലുള്ള ആളുകൾ, ക്രിസ്ത്യാനികൾക്കായിക്കോട്ടെ ഹിന്ദുക്കൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി മതമില്ലാത്തവർക്കായിക്കോട്ടെ, അവരിൽ ഒരു ഭയം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ മറുപടി പറയാ. അതാ ഞാൻ പറഞ്ഞത്, ഒരു മെറിറ്റിൽ നിന്ന് സംസാരിച്ചാൽ ആ കുട്ടികൾ അംഗീകരിക്കും. അത് ശരിയാണെന്ന് പറയും, അത് നന്നായി എന്ന് പറയും. പക്ഷേ അതിൽ നിന്ന് മാറി ആ വിഷയത്തെ കൊണ്ടുപോയി വേറൊരു സംഭവത്തിൽ കെട്ടിച്ച് അപ്പിയിട്ട കഥകളിലേക്ക് പോവുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് നന്മകൾ ചെയ്യുന്നതും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നതും ഒരുപാട് മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടുന്നതും അഗതി അനാഥ മന്ദിരങ്ങളിൽ അവർ കാണാതിരിക്കുന്നതും ഒക്കെ ഈ പറയുന്ന ഒരു മതത്തിൻ്റെ പ്രബോധനം കൊണ്ടാണ്. അതുപോലെ മറുവശത്ത് സഹോദര മതമായ ഹൈന്ദവ മതത്തിലെ സഹിഷ്ണുത, അവരുടെ ചേർന്ന് നിൽക്കൽ, അവരുടെ ഉൾക്കൊള്ളൽ, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ സമൂഹത്തിൽ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. അങ്ങനെ അതിൻ്റേതായ ഗുണമെല്ലാം അതിനും ഇതിനുമൊക്കെ ഉണ്ട്. എന്നാൽ അതിന് പകരം രാവിലെ ഇതുപോലെ ഒരു ബ്രാൻഡ് മേക്കിങ്ങിന് വേണ്ടി ഒരു തട്ടമൊക്കെ ചൂടി, അതിനാണിപ്പോൾ ബ്രാൻഡ്, ആ പേര് വെച്ച് പറയുന്നതിനാണ് ബ്രാൻഡ്, അതിനാണിപ്പോൾ അംഗീകാരം കിട്ടുന്നത്. അതിനുവേണ്ടി വന്നിരുന്നാണ് ഈ അപ്പിക്കഥകളൊക്കെ പറയുന്നത്. ഏതായാലും കുട്ടികൾ അതിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.